ഹാത്രസ് ദുരന്തത്തിൽ പ്രതികരണവുമായി വിവാദ ആൾദൈവം ഭോലെ ബാബ. ജനിച്ച ഏതൊരാളും മരിക്കേണ്ടതുണ്ട്. ജൂലൈ 2-ന് സംഭവിച്ചതെല്ലാം ദുഃഖകരം. ദുരന്തത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും സത്യം പുറത്തുവരുമെന്നും ഭോലെ ബാബ വ്യക്തമാക്കി. മതപ്രഭാഷണത്തിനിടെ പുറത്തുനിന്നെത്തിയവർ വിഷം തളിച്ചെന്നും ഇതിന് ദൃക്സാക്ഷികളുണ്ടെന്നും ഭോലെ ബാബ പറഞ്ഞു. ഇരകളുടെ കുടുംബത്തിനൊപ്പം നിൽക്കുന്നുവെന്നും ഭോലെ ബാബയെന്ന നാരായൺ സാക്കർ ഹരി വ്യക്തമാക്കുന്നു. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യ ഹർജി വിധി പറയാനായി ഹൈക്കോടതി ബുധനാഴ്ചത്തേക്ക് മാറ്റി. മദ്യനയ അഴിമതി കേസിൽ CBIയുടെ അറസ്റ്റ് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയിലും ഇടക്കാല ജാമ്യം തേടിയുള്ള ഹർജിയിലുമാണ് ഹൈക്കോടതി ബുധനാഴ്ചത്തേക്ക് മാറ്റിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി വിചാരണ കോടതി അനുവദിച്ച ഇടക്കാല ജാമ്യ ഉത്തരവ് കെജ്രിവാളിന് തുടർന്നും ലഭിക്കില്ലെന്ന് CBI കോടതിയിൽ വ്യക്തമാക്കി. സംശയത്തിന്റെ പേരിൽ പോലും അറസ്റ്റ് ചെയ്യാൻ CBIക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നും CBI കോടതിയിൽ പറഞ്ഞു. സ്വകാര്യ സ്ഥാപനങ്ങൾ കർണാടക സ്വദേശികൾക്ക് അംഗീകാരം നൽകുന്ന വിവാദ ബില്ലിന് അംഗീകാരം നൽകി കർണാടക മന്ത്രിസഭ. സംവരണ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കുമെന്ന് വ്യവസായികളും യൂണിയനുകളും വ്യക്തമാക്കുന്നു. സംസ്ഥാനത്തെ മുഴുവൻ സ്വകാര്യ കമ്പനികളിലും ഗ്രൂപ്പ് C, ഗ്രൂപ്പ് D വിഭാഗങ്ങളിൽ കർണാടക സ്വദേശികൾക്ക് സംവരണം ഏർപ്പെടുത്തിയ ബില്ലാണ് വിവാദമായത്. 50% മാനേജ്മെന്റ് പദവികളിലും മാനേജ്മെന്റ് ഇതര തലത്തിൽ 70% സംവരണവും ഏർപ്പെടുത്തിയ സർക്കാർ നീക്കത്തിനെതിരെയാണ് പ്രതിഷേധം ശക്തമാകുന്നത്. മാനേജ്മെന്റ് വിഭാഗത്തിലെ ഡയറക്ടർമാർ ഒഴികെ ഫാക്ടറിയിലോ വ്യവസായ സ്ഥാപനങ്ങളിലെയോ കമ്പനികളിലെയോ സൂപ്പർവൈസർ, മാനേജർ, ടെക്നിക്കൽ, ഓപ്പറേഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് തുടങ്ങിയ തൊഴിൽ വിഭാഗങ്ങളിൽ ഈ സംവരണ ചട്ടം ബാധകമായിരിക്കും. കൂടാതെ IT മേഖലകളിൽ പ്രവർത്തിക്കുന്ന കരാർ ജീവനക്കാർ, തൊഴിലാളികൾ എന്നിവരുൾപ്പെടെ നോൺ മാനേജ്മെന്റ് ജോലികളിലും കർണാടക സ്വദേശികൾക്ക് സംവരണമുണ്ടായിരിക്കും. ബില്ലിനെക്കുറിച്ച് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സമൂഹമാധ്യമത്തിൽ എഴുതിയ കുറിപ്പ് പ്രതിഷേധം കനത്തതോടെ നീക്കം ചെയ്തു. യുവാക്കൾക്ക് സ്വന്തം നാട്ടിൽ ജോലി ലഭ്യമാക്കി കർണാടകയിൽ തന്നെ സുഖപ്രദമായ ജീവിതം കെട്ടിപ്പടുക്കാൻ അവസരം നൽകണമെന്നാണ് സർക്കാരിന്റെ ആഗ്രഹമെന്നായിരുന്നു പോസ്റ്റ്. മികച്ച വിദ്യാഭ്യാസവും തൊഴിൽ വൈദഗ്ധ്യവും വേണ്ട തൊഴിലിൽ സംവരണം ഏർപ്പെടുത്തിയതോടെ ബംഗളൂരുവിൽ ജോലി ചെയ്യുന്ന മലയാളികളെ ഉൾപ്പെടെ ആശങ്കയിലാക്കുന്നതാണ് പുതിയ സംവരണ നയം. IT കമ്പനികളുടെ ഹബ്ബായ ബംഗളൂരുവിൽ നിയന്ത്രണങ്ങൾ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.